ഈ വീഡിയോ സീരീസിൽ പ്രോസസ്സിംഗിലെ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഇൻട്രാക്ടിവിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വീഡിയോ മൗസ് ഡാറ്റയെക്കുറിച്ചായിരുന്നു. ഇന്ന് നമുക്ക് കീബോർഡ് ഡാറ്റയെക്കുറിച്ചൊന്ന് നോക്കാം. ഏതൊരു മെഷീനിലും ഓരോ കീ പ്രസ്സിലും സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കീ ഇവൻ്റ് ട്രിഗർ ചെയ്യും. പ്രോസസ്സിങ്ങിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ വേരിയബിൾസും കീ ഫങ്ഷൻസും ഉണ്ട്. ഈ വേരിയബിൾസും ഇവൻറ്റ്സും നമ്മുടെ ആപ്ലിക്കേഷനിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് റെഫറൻസിലുള്ള കീബോർഡ് സെക്ഷനിലേക്ക് പോകാം. ആദ്യമേ എന്തൊക്കെയാണിത് എന്ന് നോക്കാം. നമുക്ക് കീ എന്നത് പ്രോസസ്സിങ്ങിലെ ഒരു ഗ്ലോബൽ വേരിയബിളാണ്. ഇത് റീസെൻറ്റ് കീ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നു. ഇത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ്. കീ കോഡ് എന്ന വേരിയബിൾ സെയിം കീബോർഡുള്ള ഒരു ഗ്ലോബൽ വേരിയബിളാണ്. ഇത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. അതായത് കറസ്പോണ്ടിങ് കീയുടെ ആസ്കി കോഡ് ന്യൂമറിക് വാല്യൂ ആണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. കീ പ്രസ്ഡ്, അടുത്തത് കീ പ്രസ്ഡ് എന്നൊരു ഫംഗ്ഷനാണ്. ഇത് ഏതൊരു കീ പ്രസ് ഇവൻറ്റിലും കീബോർഡിൽ നിന്ന് ട്രിഗറാവുന്ന ഏതൊരു കീ പ്രസ് ഇവൻറ്റിലും കോൾ ചെയ്യപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ്. അടുത്ത കീ പ്രസ്ഡ് എന്നത് ഒരു ഗ്ലോബൽ വേരിയബിളാണ്. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ബൂലിയൻ വാല്യൂ ആണ്. അതിനാൽ ഇത് സ്റ്റോർ ചെയ്യുന്നത് ട്രൂ ഓർ ഫോൾസ് എന്ന വാല്യൂ ആണ്. കീബോർഡിലെ ഏതൊരു കീയും പ്രസ് ചെയ്യുമ്പോൾ കീ പ്രസ്ഡ് വേരിയബിൾ ട്രൂ ആവുന്നു. അത് റിലീസ് ചെയ്യുമ്പോൾ ഫോൾസ് ബൂലിയൻ സ്റ്റോർ ചെയ്യും. അടുത്തത് കീ റിലീസ്ഡ് ഫംഗ്ഷനാണ്. പ്രസ് ചെയ്ത ഏതൊരു കീയും റിലീസ് ചെയ്യുമ്പോൾ റൈസ് ആവുന്ന ഇവൻറ്റ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. കീ ടൈപ്ഡ് ഫംഗ്ഷൻ കോൾ ആകുന്നത് ഒരു കീബോർഡിലെ ഒരു കീ പ്രസ് ചെയ്തതിന് ശേഷം അത് റിലീസ് ചെയ്യുമ്പോഴാണ്. അതിനെയാണ് കീ ടൈപ്ഡ് എന്ന് പറയുന്നത്. ഈ വേരിയബിൾസും ഫങ്ഷൻസും എല്ലാം പ്രോസസ്സിംഗ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും കീബോർഡുമായി ബന്ധപ്പെട്ടുള്ള സെയിം വേരിയബിൾസും ഇവൻറ്റ്സും ഫങ്ഷൻസും ഉണ്ടാവും. പക്ഷേ അതെല്ലാം വെവ്വേറെ പേരുകളിലായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. പ്രോസസ്സിങ്ങിലെ ഗ്ലോബൽ കോൺസ്റ്റൻസ് ആണ്. നമ്മൾ ഈ കീ കോഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ് ഇതൊക്കെ പ്രോസസ്സിങ്ങിലുള്ള കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ സ്ഥിരമായിട്ടുള്ള വാല്യൂ. ഇത് ഗ്ലോബലി ഉള്ളതാണ്. സിസ്റ്റം വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലോബൽ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എപ്പോഴും സ്ഥിരമായിരിക്കും. അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ഇപ്പോൾ ഈ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ജാവയുടെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ കോൺസ്റ്റൻറ്റ് വാല്യൂ അതിൻ്റെ ഡാറ്റ ടൈപ്പ്. ആഡ് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ഉണ്ട്. ഇതൊന്നും കീ കോൺസ്റ്റൻ്റ് അല്ല. ഇതിൽ കീ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ. ഈ ഡൗൺ എന്ന് പറയുന്ന ഒരു കീ ആരോ ആണ്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. അതേപോലെ തന്നെ എൻറ്റർ ഒരു കീ ആണ്. അത് ക്യാരക്ടർ ടൈപ്പിലുള്ളതാണ്. ലെഫ്റ്റ് ആരോ അത് ഇൻറ്റിജറാണ്. സെയിം തന്നെ റൈറ്റ് ആരോ ഉണ്ടാവും. റിട്ടേൺ കീ ക്യാരക്ടറാണ്. ഷിഫ്റ്റ് കീ, ഇത് ജാവ കോർ ഡോക്യുമെൻറ്റ്സ് ആണ് പ്രോസസ്സിങ്ങിൻ്റെ. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻസ് ചെക്ക് ചെയ്യാം. അതിനായി ആദ്യമേ പ്രോസസ്സിംഗ് ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റ് ഓപ്പൺ ചെയ്യുക. പ്രോസസ്സിംഗ് 4 ഒരു ആൽഫ റിലീസാണ്. സേവ് ചെയ്യുക, റൺ ചെയ്യുക. ഓക്കെ, 600x600 ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കീ എക്സാമ്പിളിലേക്ക് പോവാം. ദ സിസ്റ്റം വേരിയബിൾ കീ ഓൾവേസ് കണ്ടെയ്ൻസ് ദ വാല്യൂ ഓഫ് ദി മോസ്റ്റ് റീസെൻറ്റ് കീ ഓൺ ദി കീബോർഡ് ദാറ്റ് വാസ് യൂസ്ഡ്, ഐദർ പ്രസ്ഡ് ഓർ റിലീസ്ഡ്. ഇപ്പോൾ പ്രസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റീസെൻ്റ്ലി പ്രസ് ചെയ്ത് റിലീസ് ചെയ്ത കീയുടെ വാല്യൂ ആയിരിക്കും കീ എന്ന് പറയുന്ന വേരിയബിളിൽ ഉണ്ടാകുന്നത്. കീ എന്ന് പറയുന്നത് സിസ്റ്റം വേരിയബിളാണ്. ആദ്യമേ ഡ്രോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഡ്രോ ഫംഗ്ഷൻ ആഡ് ചെയ്യുമ്പോൾ ഈ കീ പ്രസ്ഡ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കീ പ്രസ്ഡ് എന്ന് പറയുന്നത് ഒരു ബൂലിയൻ വാല്യൂ ആണ്. ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആയിരിക്കാം. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോൾസ് ആയിരിക്കും. ഒരു കീയും പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും.
ഇഫ് കീ പ്രസ്ഡ് ഈസ് ട്രൂ, ദെൻ അടുത്ത കമ്പാരിസൺ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അടുത്തൊരു കണ്ടീഷൻ കൊടുക്കാം. ഈ കീ ഈക്വൽസ് ടു ബി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഈക്വലാണ്, അല്ലെങ്കിൽ ഓർ ഡബിൾ പൈപ്പ് യൂസ് ചെയ്യുന്നത് ഓർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് ട്രൂ ആയിരിക്കണം. രണ്ടിലേതെങ്കിലും ഒന്ന് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആവും. അല്ലെങ്കിൽ കീ ഈക്വൽസ് ബി, ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി. ഇത് രണ്ടിനും വെവ്വേറെ കോഡാണ്, അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കമ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഫില്ല് 0 കളർ ഫില്ലിന് കൊടുക്കുന്നതാണ്. ഫില്ലിന് ശേഷം വരുന്ന ഏതൊരു ഷേപ്പിനും കൊടുക്കുന്ന കളറാണ് ഫിൽ എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് 0 ആയിരിക്കും. എൽസ് ഫില്ല് 255. അതിനുശേഷം റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫില്ലിന് യൂസ് ചെയ്തിരിക്കുന്ന കളർ ഏതാണോ അത് ഡിസൈഡ് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അനുസരിച്ചാണ്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കീ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ്. സിംഗിൾ കോട്ട് യൂസ് ചെയ്യുന്നത് ക്യാരക്ടറിനും ഡബിൾ കോട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രിങ്സ് ഡിഫൈൻ ചെയ്യാനുമാണ്. ഇതിലൊരിക്കലും നമുക്ക് ഡബിൾ കോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാരക്ടറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കീ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് ഒരു ക്യാരക്ടറാണ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ്. എൽസിന് ശേഷം റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. 100 എക്സ് വാല്യൂ 100ഉം വൈ പൊസിഷനാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടിംഗ് പൊസിഷൻ എക്സ്, സ്റ്റാർട്ടിംഗ് പൊസിഷൻ വൈ, അതോടൊപ്പം തന്നെ അതിൻ്റെ സൈസ് 200/300 എന്ന് പറഞ്ഞു കൊടുക്കാം. ബി അല്ലാണ്ട് ഏത് കീ പ്രസ് ചെയ്താലും അത് വൈറ്റ് ആയിരിക്കും. ബി പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫിൽ വാല്യൂ 0 ആണ്. 0 എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അടുത്ത എക്സാമ്പിൾ കീ കോഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ആദ്യമേ ഒരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. കളർ ഡാറ്റ ടൈപ്പിലുള്ള ഫിൽ വാൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യുന്നു. അതിലേക്ക് കളർ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് 126 എന്ന് പറയുന്ന ഇൻറ്റിജർ പാസ് ചെയ്ത് ഒരു കളർ ക്രിയേറ്റ് ചെയ്ത് അതിന് അസൈൻ ചെയ്യുന്നു. ഈ കളർ എന്ന് പറയുന്ന മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു കളർ ഡാറ്റ ടൈപ്പാണ്. വോയിഡ് റോയിൽ ഫിൽ മെത്തേഡ് കോൾ ചെയ്തിരിക്കുന്നത് ഫിൽ വാല്യൂ യൂസ് ചെയ്തിട്ടാണ്. ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഔട്ട് സൈഡിൽ കീ പ്രസ്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ഈ കീ പ്രസ്ഡ് ഫംഗ്ഷൻ്റെ അകത്ത് കീ പ്രസ്ഡ് ഫംഗ്ഷൻ എപ്പോഴാണ് കോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കീ പ്രസ് ആകുമ്പോഴത്തേക്കാണ് കീ പ്രസ്ഡ് ഫംഗ്ഷൻ കോൾ ആകുന്നത്. ഈ കീ പ്രസ്ഡ് ഫംഗ്ഷൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. കീ വാല്യൂവിനെ കോഡഡ് ആണെങ്കിൽ, കീ ഈക്വൽസ് കോഡഡ്, കീ എന്ന് പറയുന്ന ലോക്കൽ വേരിയബിൾ കോഡഡ് ആണെങ്കിൽ ദെൻ അടുത്ത കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് കീ കോഡ് ഈക്വൽസ് അപ്പ് എന്ന് പറയുന്ന കോഡ് കോൺസ്റ്റൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പം എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സിസ്റ്റം കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റുമായിട്ട് കീ കോഡിലുള്ള വാല്യൂവിനെ കമ്പയർ ചെയ്യുകയാണ്. അപ്പ് കീയാണ് പ്രസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫിൽ വാല്യൂ 255 എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്യുന്നു നമ്മൾ. എൽസ് ആണെങ്കിൽ പിന്നെ ഒരു കമ്പാരിസൺ കൂടി ചെയ്യുന്നു. കീ കോഡ് ഡൗൺ ആണെങ്കിൽ, ഡൗൺ എന്ന് പറയുന്നത് സിസ്റ്റം കോൺസ്റ്റൻ്റ് ആണ്, ഫിൽ വാല്യൂ 0 ആയിട്ട് അസൈൻ ചെയ്യുന്നു. ഇത് രണ്ടും അല്ല എങ്കിൽ ഫിൽ വാല്യൂ 126 എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്യുന്നു.
എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ജാവ പ്രോസസ്സിങ്ങിൽ ജാവയിലെ പോലെ തന്നെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും സെമിക്കോളൻ യൂസ് ചെയ്തിട്ട് എൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫങ്ഷൻ ബ്ലോക്കുകൾ ക്ലോസിംഗ് ബ്രാക്കറ്റ് യൂസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ വേണം. സേവ് ചെയ്ത് റൺ ചെയ്യാം. ആപ്ലിക്കേഷൻ റൺ ആയിരിക്കുകയാണ്. അതിൽ അപ്പ് കീ പ്രസ് ചെയ്താൽ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പ് കീയിൽ കളർ 255 ഫില്ല് ചെയ്ത് വൈറ്റ് ആയിരിക്കണം. ഡൗൺ കീയിൽ ബ്ലാക്ക്. വേറെ ഏത് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും കോഡഡ് ആയിട്ടുള്ള ഏത് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേ കളറിലേക്ക് 126 വെച്ചിട്ട് ഫില്ലായിരിക്കണം. ഡൗൺ കീ, അപ്പ് കീ, വേറെ ഏത് കോഡഡ് കീയും പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കളറ് 126ലേക്ക് പോകും. The variable key code is used to detect special keys such as the arrow keys up, down, left and right as well as Alt, Control and Shift. ഇത് നമ്മുടെ അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ് അതുപോലെ കോഡഡ് കീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കീ കോഡ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കീസ് എല്ലാം ക്യാരക്ടർ, ഓരോ ആസ്കി ക്യാരക്ടർ ഉണ്ട്, അതിൻ്റെ കീ കോഡായാലും അത് സ്റ്റോർ ആകും. അടുത്ത എക്സാമ്പിൾ, അടുത്തത് കീ പ്രസ്ഡ് ഫംഗ്ഷനാണ്. അതൊന്ന് ചെക്ക് ചെയ്യാം. ദ കീ പ്രസ്ഡ് ഫംഗ്ഷൻ ഈസ് കോൾഡ് വൺസ് എവറി ടൈം എ കീ ഈസ് പ്രസ്ഡ്. ദ കീ ദാറ്റ് വാസ് പ്രസ്ഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദി കീ വേരിയബിൾ. ഏതൊരു കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇവൻറ്റ് ട്രിഗറാവും. ആ ഇവൻറ്റ് ട്രിഗറായി ഈ കീ പ്രസ്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, നമ്മുടെ ആപ്ലിക്കേഷനിൽ കീ പ്രസ്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൾ ചെയ്യും. ഒരു കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് കീ എന്ന ലോക്ക് വേരിയബിളിലാണ്, ഗ്ലോബൽ വേരിയബിളിലാണ്. അത് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഗ്ലോബലി ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡ്രോയിഡകത്ത് ഫില്ല് ചെയ്യുന്ന ആ വാല്യൂ യൂസ് ചെയ്തിട്ട് ഫിൽ മെത്തേഡിലേക്ക് പാസ് ചെയ്ത് കളറ് ഫിക്സ് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ റെക്റ്റാങ്കിളിൻ്റെ കളറ് ഇനിഷ്യലി ബ്ലാക്ക് ആയിരിക്കും, കാരണം 0 ആണ് വാല്യൂ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കീ പ്രസ്ഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് ഒരു കണ്ടീഷൻ, ഇഫ് കണ്ടീഷൻ, അതിൽ വാല്യൂ 0 ആണെങ്കിൽ, ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ 0 ആണെങ്കിൽ വാല്യൂ 255ലേക്ക് അസൈൻ ചെയ്യുന്നു. എൽസ് അല്ലെങ്കിൽ വാല്യൂ 0യിലേക്ക്, അത് 250, 0 അല്ലാണ്ട് വേറെ ഏതൊരു വാല്യൂ ആണെങ്കിലും അത് 0യിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റീവായിട്ട് ഓരോ കീ പ്രസ്സിലും ഓൾട്ടർനേറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ള ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ 0 വാല്യൂ ഫില്ല് ചെയ്തുകൊണ്ട് ഒരു റെക്റ്റാങ്കിളുണ്ട്. നമ്മൾ ഏത് കീ പ്രസ് ചെയ്യുകയാണെങ്കിലും ഒരു കീ പ്രസ്ഡ് ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അടുത്തത് കീ പ്രസ്ഡ് വേരിയബിളാണ്. ദ ബൂലിയൻ സിസ്റ്റം വേരിയബിൾ കീ പ്രസ്ഡ് ഈസ് ട്രൂ ഇഫ് എനി കീ ഈസ് പ്രസ്ഡ് ആൻഡ് ഫോൾസ് ഇഫ് നോ കീസ് ആർ പ്രസ്ഡ്. കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ട്രൂ ആയിരിക്കും, ഇതിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും. കീ പ്രസ് ചെയ്യാത്ത സമയത്ത്, അല്ലാതെയുള്ള അവസരങ്ങളിലെല്ലാം ഇതിൻ്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. ഡ്രോ ഫംഗ്ഷനിൽ കീ പ്രസ്ഡ് ട്രൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ട്രൂ എന്ന് പറയുന്നത് ബൂലിയൻ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ 0 വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു, ബ്ലാക്ക് കളറിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ വൈറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ്. ഇപ്പോൾ ഒരു വൈറ്റ് റെക്റ്റാങ്കിളാണ് കിട്ടുന്നത്. ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം
ഒരു കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ട്രൂ ആവുന്നു, കീ പ്രസ്ഡ് എന്ന് പറയുന്ന വാല്യൂ ട്രൂ ആവുന്നു. അത് ട്രൂ ആയിരിക്കുന്ന അവസരങ്ങളിലെല്ലാം ഇത് ബ്ലാക്ക് ആയിരിക്കും. അടുത്തത് കീ റിലീസ്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. കീ റിലീസ്ഡ് ഫംഗ്ഷൻ കീ പ്രസ്ഡ് ഫംഗ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. The key released function is called once every time a key is released. The key that was released will be stored in the key variable. ഈ ഒരു കീ പ്രസ് ചെയ്ത് ആ പ്രസ് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ട്രിഗർ ചെയ്യുന്ന ഇവൻ്റ് കോൾ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ട്രിഗർ ചെയ്യുന്ന ഇവൻറ്റിൽ കോൾ ചെയ്യുന്ന ഫംഗ്ഷനാണ് കീ റിലീസ്ഡ്. ഏതൊരു സമയത്തും ഒരു കീ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് കീ എന്ന് പറയുന്ന വേരിയബിളിലായിരിക്കും. ഗ്ലോബൽ വേരിയബിളിൽ ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ എന്ന ഗ്ലോബൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഡ്രോയിൽ ആ വാല്യൂ വെച്ചിട്ട് കളർ ഫില്ല് ചെയ്യുക, റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. റെക്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഡ്രോയുടെ ഔട്ട് സൈഡിൽ നമ്മുടെ വോയിഡ് കീ റിലീസ്ഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇത് വോയിഡ് ആയിരിക്കുന്ന കാരണം ഈ കീ റിലീസ്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ റിട്ടേൺ ഡാറ്റ ടൈപ്പ് വോയിഡ് ആയിട്ട് കൊടുക്കുന്നത്. വാല്യൂ 0 ആണെങ്കിൽ, കറണ്ട് വാല്യൂ 0 ആണെങ്കിൽ വാല്യൂ 255 ആയിട്ട് സെറ്റ് ചെയ്യുക. എൽസ് 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യുക. കൺട്രോൾ / അടിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സിംഗിൾ കമൻറ്റ് കോഡ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റിന് മൾട്ടിപ്പിൾ ലൈൻസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സേവ് ചെയ്ത ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. കറൻ്റ് നമുക്ക് 0 വാല്യൂ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു റെക്റ്റാങ്കിളാണ് കിട്ടുന്നത്. അതേസമയം ഒരു കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കീ പ്രസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ ചേഞ്ച് ആയില്ല. റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ 255 വാൽ എന്ന് പറയുന്ന കീവേഡിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ 255 ആയി കളർ ചേഞ്ച് ആയിരിക്കുകയാണ്. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം. അടുത്തത് കീ ടൈപ്പ്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. കീ ടൈപ്പ്ഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ The key typed function is called once every time a key is pressed, but action keys such as Ctrl, Shift and Alt is ignored. നമ്മുടെ ഒരു കീ പ്രസ് ചെയ്ത് കീ റിലീസ് ചെയ്യുന്ന ആ കമ്പൈൻഡ് എഫക്റ്റിനെയാണ് അപ്പോൾ ട്രിഗർ ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ട്രിഗർ ചെയ്യുന്ന ഫംഗ്ഷൻ ഇവൻ്റ് കോൾ ചെയ്യുന്ന ഫംഗ്ഷനാണ് കീ ടൈപ്പ്ഡ് എന്ന് പറയുന്നത്. കൺട്രോൾ, ഷിഫ്റ്റ്, ഓൾട്ട് എന്നിവ കീ ടൈപ്പ്ഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ കൺസോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഡ്രോ ഫംഗ്ഷൻ ഡ്രോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമില്ല ഡ്രോ ഫംഗ്ഷൻ. കീ പ്രസ്ഡ് ഇവൻറ്റ് ഒരു പ്രിന്റ് ലൈൻ മെത്തേഡ് കോൾ ചെയ്തിട്ടുണ്ട്. ബിൽറ്റ് ഇൻ മെത്തേഡാണ്. പ്രസ്ഡ് എന്ന് പറയുന്ന സ്ട്രിങ് യൂസ് ചെയ്തു. അതിനുശേഷം കീയെ ഇൻറ്റിജർ ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്ത് കീ സ്റ്റോർ ചെയ്യുന്നത് ഈ കറണ്ട് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. കറണ്ട് കീ ആണ് സ്റ്റോർ ചെയ്യുന്നത്. ആ കീയെ ഇൻറ്റിജർ ഡാറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം സ്പേസ് കൊടുത്തു അതിൻ്റെ കീ കോഡ് എന്തുവാണെന്നുള്ളത് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കീ ടൈപ്പ്ഡ് എന്ന് പറയുന്ന അടുത്ത ഇവൻറ്റ്, ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവൻറ്റ് കീ ടൈപ്പ്ഡ്. ഇത് ഫസ്റ്റിലെ ട്രിഗർ ആവും. പിന്നെ കീ ടൈപ്പ്ഡ്, കീ റിലീസ്ഡും. കീ റിലീസ്ഡ് ട്രിഗർ ആയതിനു ശേഷം ഇത് ട്രിഗർ ആവും. ഇത് രണ്ടും ഒരുമിച്ച് ട്രിഗർ ആവും. ഒരു പ്രിന്റ് ലൈൻ മെത്തേഡാണ് കോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കീ റിലീസ്ഡിലും ഒരു പ്രിന്റ് ലൈൻ മെത്തേഡ് കോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് ഇപ്പോൾ ഉള്ളത് കമൻറ്റ് ചെയ്യാം.
നമുക്കിത് സേവ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു കീ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യാണ്. പ്രസ്ഡ് ആദ്യമേ ട്രിഗറായി 107 ആണ്. അത് ആ കീയെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ളത് 107 ആണ്. അതിൻ്റെ കീ കോഡ് 75 ആണ്. ടൈപ്പിഡിൽ പക്ഷേ ആ കീ കോഡ് ലഭിക്കുന്നതല്ല. ഓക്കെ, ടൈപ്പിഡിൽ കീയുടെ വാല്യൂ കൊണ്ട് 107 ഇൻറ്റിജറിലേക്ക് കൺവേർട്ട്. അതിനുശേഷം റിലീസ്ഡ് ട്രിഗറായി. റിലീസ്ഡിലും ആ കീ കോഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കോഡഡ് കീസ് ഏതെങ്കിലും ഒരു കോഡഡ് കീ പ്രസ് ചെയ്യാം. കോഡഡ് കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കോഡ് 39. ഇത് കീ വാല്യൂ ഇല്ല, കാരണം അതിന് ഒരു കീ അല്ല ട്രിഗർ ആയത്. ഞാനിപ്പോൾ സൈഡായിട്ടാണ് പ്രസ് ചെയ്തത്. അതിൻ്റെ അകത്തൊരു കീ വാല്യൂ ഇല്ല. പ്രസ്ഡ് വാല്യൂ അതിൻ്റെ കോഡ് 39 ആണ്. കീ കോഡിൽ നിന്നുമാണ് അതിൻ്റെ കീ കോഡഡ് എന്ന് പറയുന്ന വേരിയബിളിൽ നിന്നുമാണ് അതിൻ്റെ വാല്യൂ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിലീറ്റ് കീയുടെ വാല്യൂ 127 ആണ്. അതുപോലെ തന്നെ കോഡിങ്ങും 127 ആണ്. 4, 5 ഓരോ ന്യൂമറിക്ക് പ്രസ് ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള വാല്യൂ ആണ് ലഭിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് കീബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ വേരിയബിളും ഫങ്ഷൻസും പ്രോസസ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയ മൗസ് ഡാറ്റയും കീബോർഡ് ഡാറ്റയും യൂസ് ചെയ്തിട്ട് കുറച്ച് ആപ്ലിക്കേഷനുകൾ നമുക്ക് ചെയ്യാം. നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ ടെക്നോളജിയെക്കുറിച്ചുള്ള ട്രെയിനിങ് വീഡിയോസ് അല്ല, മറിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലോകത്തെ വ്യത്യസ്തങ്ങളായ ടെക്നോളജികളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി കോഡിംഗ്.